കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ തിരുവോണം കഴിഞ്ഞു, അവിട്ടാണ്. അപ്പോൾ തിരക്കിനൊന്നും മോശമില്ല, തിരക്കൊക്കെ ഉണ്ട്, നല്ല തിരക്ക് തന്നെയാണ്. കാരണം അവധി ദിവസങ്ങളാണ്. നാളെയും കൂടിയും 1 മണിക്കൂർ കൂടുതൽ ദർശന സമയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നാളെ ആ തിരക്കുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കെന്തായാലും ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് നോക്കാം, അനുഗ്രഹം തരാനായിട്ടേ. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് നോക്കി തൊഴാം. അവിടെ വന്നാൽ സുഖമായിട്ട് തൊഴാം, യാതൊരുവിധ തിരക്കും ഉണ്ടാവില്ല. വളരെ സുഖമായിട്ട് ദർശനം 4 ഭാഗത്തു നിന്നും തൊഴാം. അത്തിമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ഗണപതി, നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്, സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട്. നാളികേരം കൊണ്ടൊക്കെ മുട്ടറക്കൊക്കെ ചെയ്യാം, നമുക്ക് തന്നെ സ്വയം മുട്ട് പൊട്ടിച്ച് ഇറക്കാം. അപ്പോൾ അങ്ങനെ നമ്മളവിടെ പോയി തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്നിങ്ങനെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരം ഇങ്ങനെ കാണാം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. ബലിക്കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗജേന്ദ്രൻ, ആ ഒരു 2 കൊമ്പുകൾ കാണാം കേശവൻ്റെ. അതിൻ്റെ നടുക്കായിട്ട് ആ മഹാലക്ഷ്മി ദേവീനെയും, അതേപോലെ തന്നെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയിട്ട് നമ്മൾ ആ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം, വലതേ സൈഡിലുള്ള നരസിംഹമൂർത്തിനെ ഒന്ന് സ്മരിച്ച് നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. എന്തൊരു മനോഹര, അവിടെ ഇങ്ങനെ കാണുകയാണെങ്കിൽ എന്ത് രസമാണെന്നറിയോ. ആ സ്വർണത്തിൻ്റെ നെയ്വിളക്കിലും അതേപോലെ വെള്ളിയിലെ നെയ്വിളക്കൊക്കെ ഇങ്ങനെ തിളങ്ങാണ്. ആ തിളക്കത്തിൽ ഭഗവാന്റെ അടയാഭരണം കൂടി ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ നല്ല രസമാണ്, മഞ്ഞ ആ ഒരു കാഴ്ച കാണാനേ. അപ്പോൾ നമ്മളിങ്ങനെ കാലിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇന്ന് മഞ്ഞപ്പട്ടാണല്ലോ എടുത്തത്. മഞ്ഞപ്പട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കസവ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. വലിയ ആളാട്ടോ, ഒന്ന് മുഴുവനായിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, 3 മാലകളുണ്ട്. അങ്ങനെ ആ ഒരു എന്തോ രസമായിട്ട് വെച്ചിട്ടാ. കൈവളകൾ, തോൾവളകളൊക്കെ കാണാണ്ട്. കൈവളകൾ നോക്കുമ്പോൾ 4 കൈകളുണ്ട് കേട്ടോ. 4 കൈകളായിട്ടാണ്, അന്ന് ചതുർബാഹുവായിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രീലകത്തെ ഭഗവാൻ കാത്തു നിൽക്കണതേ. ആ ഗുരുവായൂരപ്പനായിട്ട് തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ട് നാരായണനായിട്ട് ശംഖും ചക്രവും സ്വർണത്തിൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഗദ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പത്മം, ഒരു താമരപ്പൂ ഇങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് സൗമ്യമായ ആ ഒരു നോട്ടാട്ടോ. എന്താ വെച്ചാൽ ദീനാനുകമ്പയോട് കൂടിയിട്ട് ഭക്തരെ നോക്കുകയാണ്. ഓണമൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് വാമന രൂപമാണ്, വാമനമൂർത്തിയായിട്ടായിരുന്നു ആ അവതാരം ഉണ്ടായിരുന്നു. മഹാബലിയുടെ മോക്ഷപ്രാപ്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാരായണനായിട്ടാണ്, മഹാപ്രഭുവായിട്ടാണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്ത് ഇങ്ങനെ വരുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിൽ അങ്ങനെ തിരുമുടിമാലകൾ 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ അതേപോലെ വലിയ ആ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്, താഴെ വരെ എത്തുന്നു. അതിങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി അങ്ങനെ സമമായിട്ടിങ്ങനെ നല്ല രസമായിട്ടിങ്ങനെ കുറച്ചായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസം. പിന്നെ മുകളിലേക്ക് നോക്കിയാലോ വെളുത്ത താമരയും ചുവന്ന താമരയും തുളസിയായിട്ട് ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ഭഗവാന്റെ ആ തിരുമുഖ ദർശനം എന്ന്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച ഇങ്ങനെ കാണാം. നമ്മൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി കാണുന്ന കാഴ്ചയാണ്. എല്ലാവരും മനസ്സ് കൊണ്ടിങ്ങനെ ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ നാരായണ 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 ആ മഹാപ്രഭുവിനെ ഇങ്ങനെ വിളിക്കുക.
അപ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും അദ്ദേഹം വന്ന് തീർത്തു തരും. ആ സമക്ഷത്തിലെത്തിയാൽ തന്നെ പിന്നെ വിഷമമൊന്നും ഇല്ലാന്നാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇങ്ങനെ ഇറങ്ങിയാൽ അഗ്നികോണിലെ ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ആലിലക്കണ്ണനെ നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ കൊമ്പ്, തുമ്പിക്കൈ, അങ്ങനെ ആ മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ അലങ്കാരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. പിന്നെ നല്ല പാവുമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല വലിയ മാലകളുണ്ട്. സ്വർണത്തിൻ്റെ മാല വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ആരേക്ക് നോക്കുക. കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. വരാഹത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കുറൂരമ്മ ഉണ്ണിക്കണ്ണനായിട്ടിരിക്കണത് ഇങ്ങനെ കാണാം കേട്ടോ, ആ വെണ്ണക്കണ്ണനെ. അപ്പോൾ അതിങ്ങനെ കാണാം. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ മേൽശാന്തിന് അവിടെ വരിക. മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് കളഭാലങ്കാരമൊക്കെ മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അതുപോലെ തന്നെ നല്ല കാഴ്ചയാണത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും മഹാവിഷ്ണുവിനെയൊക്കെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടിങ്ങനെ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് വരിക. അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരുന്നാൽ അവിടെ നല്ല പൂക്കളാൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ചെണ്ടുമല്ലിമാല ഉണ്ട്, താമരമാല ഉണ്ട്, ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടിങ്ങനെ തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ 2 പൂക്കളുണ്ട്. 2 പൂക്കൾ എന്ന് പറഞ്ഞാൽ തുളസിമാലയാണ്. പിന്നെ അങ്ങനെ മുരുകൻ്റെ അടുത്ത് വരാം. മുരുകൻ്റെ അടുത്ത് വരുമ്പോഴുണ്ട് വെളുത്ത മാല. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുങ്കുമമുണ്ട്, കുറച്ച് വെറ്റിലമാലയുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയും വന്ന് തൊഴാട്ടോ. എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ, കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ആഞ്ജനേയനെ കണ്ട് തൊഴുതു. ഇനി നമ്മൾ നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ കാണുന്നത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലേ കൊടിമരം കാണാം, കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ അതൊന്ന് കണ്ട് തൊഴാം. പിന്നെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറ നോക്കി തൊഴാം. പിന്നെ അങ്ങനെ നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും ഒക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. ഭഗവതിയുടെ അടുത്ത് വന്നാലോ ഇന്ന് നല്ല രസമായിട്ട് കാണാനുണ്ട്. ഇന്നലെ എന്ത് രസമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കാണ് ശരിക്കും ഭഗവതി ആ ഒരു എന്താ പറയുക തറവാട്ടമ്മയായിട്ടായിരുന്നു. ആ ചുവന്ന ജാക്കറ്റൊക്കെ ഇട്ട് സാരി, അതായത് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല വലിയൊരാളുടെ രൂപത്തിൽ നല്ല ഒരു എന്താ പറയുക തറവാട്ടമ്മ തന്നെ അതിന് പറയാൻ പറ്റുക. അമ്മാതിരി രൂപത്തിലായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള രൂപമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് നമുക്ക് നോക്കാം. ഇന്നലത്തെ രൂപം കണ്ടാൽ കണ്ണെന്നാണ് മറയില്ല. അങ്ങനത്തെ നമ്മൾ ഒരു വീട്ടിലൊരു വലിയ അമ്മ
അന്നിങ്ങനെ ഇരിക്കണ ഇങ്ങനെ ഇരിക്കുന്ന മുത്തശ്ശി ഇങ്ങനെ ഇരിക്കണ ആ ഒരു അവസ്ഥ ഇല്ലേ, അതായിരുന്നു ഇന്നലത്തെ. അങ്ങനെ ആ വൈകുന്നേരം ആയപ്പോഴേക്കാണ് അത് കറക്റ്റായിട്ട് ആ രൂപമൊക്കെ കറക്റ്റായത്. നല്ല ചുവന്നതാവുകൊണ്ട് നല്ല ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ തിളക്കം അടിച്ച് കയറുമായിരുന്നു. അമ്മാതിരി കാഴ്ചയായിരുന്നു. അങ്ങനെ കാണുമ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ഏതാ രൂപത്തിൽ നോക്കാം, ഇന്നങ്ങനെ പോയി നോക്കുക. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഗോളകയാണ് കേട്ടോ. ഗോളക ഇറക്കിയതാണ്. പിന്നെ ഇങ്ങനെ മുകളിൽ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പുറകു വശത്തുണ്ട് ചുവന്ന പട്ട്. അതേപോലെ പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കളുണ്ട്. അതേപോലെ ആ ശിവേലി വിഗ്രഹത്തിനുണ്ട് തെച്ചിയും തുളസിയുള്ള മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ട്. അപ്പം അമ്മേനെ കണ്ട് തൊഴുകട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ നമ്മൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അവിടെ നിന്നിട്ടൊന്ന് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് അവിടെ നിന്ന് തന്നെ പ്രദക്ഷിണം ചെയ്താൽ ആ മമ്മിയൂർ പോയി പ്രദക്ഷിണം ചെയ്ത പോലെയാവും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ നാരായണ ഗുരുവായൂരപ്പനെ കാണാം, കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമസ്കരിച്ച് നേരെ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വന്ന് അവിടുന്ന് ആ വിളക്ക് കിടാവിളക്ക് ഇങ്ങനെ കാണാം, അത് കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ അവിടെ ഇന്ന് പറഞ്ഞ മാതിരി നന്നായിട്ട് അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. ഇന്നലെയും നല്ല രസമായിരുന്നു. കിരീടമൊക്കെ വെച്ച് നല്ല മഞ്ഞ പട്ടൊക്കെ എടുത്ത്, ഇന്നലെ നമ്മൾ കരിനീല പട്ടായിരുന്നു, ഇന്നിപ്പോൾ മഞ്ഞ പട്ടായി. നല്ല രസമായിട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിൽ വന്നാൽ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപം കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിലൊന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ അവിടെ വന്ന് വരുമ്പോൾ അവിടെ ധാരാളം ഭക്തരിങ്ങനെ പാരായണം നടത്തുന്നു, ഭക്തി ഗാനസുധ നടത്തുന്നു. അതൊക്കെ കാണാം, കേൾക്കാം. അങ്ങനെ നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് വീണ്ടും ഒന്നുകൂടി ഭഗവതിയെ പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ നല്ല വലിയ ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നാരായണസ്വാമീനെ ഒന്നുകൂടി തൊഴാം. മഹാഗുരുവാണ്. അപ്പോൾ എല്ലായിടത്തുമുള്ള ഗുരുവല്ലേ, എല്ലാവർക്കും ഉള്ള ഗുരുവാണ്. ആ ഗുരുവിനെ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പനെ. അങ്ങനെ തൊഴുത് നമ്മളിങ്ങനെ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടി അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുത് ആ ഒരു അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരെയും ഗുരുവായൂരപ്പൻ രക്ഷിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.